ഇമ്മ ജീവിച്ചിരിക്കണം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ പറയും എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം. നമ്മുടെ ഞാൻ എന്റെ ലൈഫാണ് എന്റെ ഉമ്മാക്ക് ഇതായതാ. പിന്നെ 2 പെങ്ങന്മാർ മാഷാഅല്ലാഹ് കല്യാണം കഴിഞ്ഞു. ഈ കല്യാണം കഴിക്കുന്ന ചെലവും കുറച്ച് കടങ്ങളും പിന്നെ അതേപോലെ തന്നെ വീടിന്റെ കുറച്ച് കടങ്ങളും എല്ലാം കൂടി ആയിട്ട് ഇമ്മ ഒറ്റക്ക് പോയിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കഴിഞ്ഞത്. ഡെയിലി പണിക്കും നമുക്കൊരു സ്ത്രീ എന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാക്കിയുള്ള വീട്ടു പണിക്ക് പോയിട്ട് അതിനുശേഷം നമ്മളെ വീട്ടിൽ പണിയെടുക്കുക. അപ്പൊ എനിക്ക് ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് ഇന്ന് ഇതുവരെ എത്തിച്ചത്. അപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചാൽ പഠിക്കാത്ത ടൈപ്പുള്ള ആൾക്കാരാണ്. അവിടെ പഠിച്ചാൽ ഇങ്ങനെ എത്താം, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ ഇങ്ങനെ എത്താം. അപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഇത് അറിഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ അന്ന് അനന്ത് സാറായിട്ട് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അനന്ത് സാർക്ക് എല്ലാ വീട്ടിലെ എല്ലാ സിറ്റുവേഷനും കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞ് ചെറിയൊരു ലാപ്ടോപ്പ് എടുത്തിട്ട് പഠിക്കാൻ വാ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മൂപ്പര് ഗൈഡ് ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടി. എന്നോട് പറഞ്ഞു ഇമ്മ ഇങ്ങനെ പണി കിട്ടി. ഇപ്പോഴാണ് ഇമ്മക്ക് ഹാപ്പി ആയത്.